Hello dears, welcome back to ThunderKitchenRecipes. ഇന്ന് ഞാൻ ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബേക്കിംഗ് ഓവനൊന്നും ഇല്ലാതെ നമ്മൾക്ക് പാനിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണിത്, വളരെ ഡെലീഷ്യസുമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമുക്ക് ഈ ബണ്ണ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 75 മില്ലി നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പത്ത് മിനിറ്റിന് ശേഷം തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. 3 ടീസ്പൂൺ ഓയിൽ ചേർക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ടീസ്പൂൺ ബട്ടറും ചേർക്കാം, അല്ലെങ്കിൽ ഗീ ചേർത്താലും മതിയാവും. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തേച്ച് കുഴച്ചതിന് ശേഷം ഇത് 1 മണിക്കൂർ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കുക. 1 ടീസ്പൂൺ ചതച്ച ഗാർലിക്കും 1 ടീസ്പൂൺ ചതച്ച ജിഞ്ചറും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എരിവിനുള്ള 1 പച്ചമുളക് ചേർക്കുക. അതിനുശേഷം ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. മീഡിയം ഹീറ്റിൽ നന്നായിട്ട് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. സവാളയുടെ കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത മണം വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് മിക്സ് ചെയ്യുക. തക്കാളി ഒന്ന് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില പൊടിയായി അരിഞ്ഞ് ചേർക്കാം, കറിവേപ്പില. എന്നിട്ടൊന്ന് നല്ലതുപോലെ മസാലയുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3/4 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക് ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ ചിക്കനുമായിട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും. അതിനുശേഷം നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ 2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കും. അതായത് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ബണ്ണ് കഴിക്കുമ്പോഴേക്കും ഇതെല്ലാം അടർന്നു പോരും. അങ്ങനെ അടർന്നു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി 1 കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർക്കുക. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതിയാകും. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കോറിയാൻഡർ ലീവ്സ് പൊടിയായി അരിഞ്ഞത് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. മാവ് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എയറൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്കൊന്ന് പതിയെ ഒന്ന് കുഴച്ചെടുക്കാം. പലകയിലേക്ക് കുറച്ച് മൈദാമാവ് തൂവിയിട്ട് നമ്മുടെ ബാറ്ററിൻ്റെ പുറത്ത് വെച്ചിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം.
അതിനുശേഷം 3 ഈക്വൽ ഉരുളകളാക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാൻ 3 ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ 1 കപ്പ് പൊടി കൊണ്ട് നമ്മൾ 3 ബണ്ണാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലും ചെറുതായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ 3 എണ്ണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉരുളകളാക്കിയതിൽ നിന്ന് ഓരോ ഉരുളയും എടുത്തിട്ട് ഒന്ന് പതിയെ പരത്തി കൊടുക്കുക കൈകൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് റോളർ ഉപയോഗിച്ചും പരത്താം. നടുഭാഗം കുറച്ച് കട്ടിയായിട്ട് എടുത്തിട്ട് അരികു ഭാഗം നന്നായിട്ടൊന്ന് നേർമയിൽ കൈകൊണ്ട് പരത്തിയെടുത്തതിന് ശേഷം ആവശ്യമുള്ള ഫില്ലിങ് വെച്ചതിന് ശേഷം അരികെല്ലാം നടുക്കോട്ട് യോജിപ്പിച്ച് നല്ലതുപോലെ സീൽ ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മുടെ ഒന്നാമത്തെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്, സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ നമുക്കൊരു ബൗളിൽ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബണ്ണ് നമുക്ക് സ്റ്റഫ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ സ്റ്റഫ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് റോളർ ഉപയോഗിച്ച് പരത്തിയിട്ടും ചെയ്യാം. അരികു ഭാഗം നന്നായിട്ടൊന്ന് കട്ടി കുറച്ചെടുത്തിട്ട് ഫില്ലിങ് വെച്ച് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ അരികെല്ലാം നന്നായിട്ട് പരത്തണം. നടുഭാഗം കുറച്ച് കട്ടി ഉണ്ടാകണം. എന്നിട്ട് ഫില്ലിങ് ഇതിലേക്ക് വെച്ചിട്ട് അരികു ഭാഗം എല്ലാം യോജിപ്പിച്ചിട്ട് നന്നായിട്ട് സീൽ ചെയ്തെടുക്കാം. ഇത് നമ്മുടെ 3 ബണ്ണും സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ബണ്ണിലേക്ക് കുറച്ച് എഗ് യോക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ബണ്ണിൻ്റെ പുറത്തേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടി തൂവി കൊടുക്കാം. ഞാനിവിടെ പാനാണ് ചൂടാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ബേക്കിംഗ് ഓവനൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ബേക്കിംഗ് ഓവൻ ഇല്ലാത്തവർക്കും ഈ ബണ്ണ് നമുക്ക് സ്റ്റഫ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടായ പാനിലേക്കാണ് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഇത് ഒരു 40-45 മിനിറ്റ് കൊണ്ട് ഇത് കറക്റ്റായിട്ട് ബേക്കാവും. അപ്പം നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റഫ്ഡ് ബണ്ണ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ബേക്കിംഗ് ഓവനൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇനി എൻ്റെ അടുത്തടുത്ത വീഡിയോസ് വേഗത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.